വിലാസിനെ ഇതെന്താ എത്ര നേരം വൈകിയത്? പണി നേരത്തെ കഴിഞ്ഞിട്ട് നേരം വൈകിയ ചെറുത്. മുഴുവൻ സാധനങ്ങളും ഇല്ലേ? പഴല്ലേ? ഓ പിന്നെ ആകെ കിട്ടുന്നത് ഒരു 500 ഞൊട്ടെ, അതും ഇല്ലെന്ന് കയ്യിലേക്കും തരാല്ലേ? പിന്നെ എന്തിനാ ഇവിടുന്ന് കഷ്ടപ്പെട്ടിട്ട് രാവിലെ പണിക്കാന്ന് പറഞ്ഞു പോണത്? എന്നായി ഒരു 20 അരിപ്പല്ലത്. ബാക്കിയൊക്കെ വല്ല കള്ളോ അല്ലെങ്കിൽ വല്ല സിഗരറ്റ് എന്തെങ്കിലും വലിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ വല്ല പെണ്ണുങ്ങൾക്ക് കൊണ്ടുകൊടുത്തിട്ടുണ്ടാവും. ഇങ്ങോട്ട് കൊണ്ടുവന്നിക്കണോ ഇതോ? ഇത് ഞാൻ എന്ത് ചെയ്യാനാ? ആ ചെക്കന്മാർക്ക് ഇത് വേണം. വിശന്നിട്ട് മീനുണ്ടെങ്കിൽ മാത്രമേ ചോറാറുന്നുള്ളൂ. 1 കിലോ മീന് ആ 2 ചെക്കന്മാർക്ക് കൊടുത്താൽ തന്നെ ഇപ്പൊ തീർന്നിക്കണ മീനൊക്കെ. 1 കിലോ മീൻ മേടിച്ച മീനാ. നിങ്ങൾ നല്ല ചാറും കൂടി തിന്നാൻ നോക്ക്. 500 റുപ്യ ഉലുവയും കൊണ്ടുവരും. എന്നിട്ട് രാജകീയമായിട്ട് ഇവിടെ ജീവിക്കാൻ വേണം. ഓ പിന്നെ കൊണ്ടുവന്ന പണ്ടം മുഴുവനും വിറ്റും തൊഴച്ചും ഇപ്പഴാ ഒന്ന് പണിക്കൂർക്ക് തുടങ്ങിയത്. ഉണക്കല് നിങ്ങൾ അതെടുത്ത് തിന്നാൻ നോക്ക് വേണമെങ്കിൽ, ഇല്ലെങ്കിൽ വിളിച്ചിട്ട് കളയാൻ നോക്കും. നല്ലോണം നക്ക്, നല്ലോണം അങ്ങനെ കുഴച്ച് തിന്നു. കാരണം അതിന് മാത്രം സമ്പാദിച്ചിട്ടുള്ള ഉള്ളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ, ഉരുട്ടി മിണുങ്ങ്. എന്റെ ആങ്ങളാര് എന്തെങ്കിലുമൊക്കെ. നിനക്ക് എപ്പോഴാ വിശപ്പില്ലാത്തത്? പിന്നെ എപ്പോഴാ നിങ്ങക്ക് വിശപ്പില്ലാത്തത്? ആയക്കാലത്തൊക്കെ കൊള്ളും കുടിച്ച് ചീട്ടും കളിച്ച് നടക്കല്ലായിരുന്നു. ആശം പിടിച്ചേനെ എന്റെ അത് തിന്നോ വെള്ളം. എന്നെ വീട്ടുകാരെ പറഞ്ഞാ മതി. കാണാനോ ഒരു വർക്കത്തില്ല, കുറച്ച് സ്വത്തോ അതുമില്ല. കൊണ്ടതൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. ആശം പിടിക്കാനായിട്ട് മല പോലെ കുന്നുകൂട്ടിച്ചിക്ക കടം കണ്ട. നല്ലോണം അങ്ങോട്ട് വെട്ടി ഒഴുകി തിന്നി. ഈച്ചയുടെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ, വേറെ ഒരു ചിഹ്നത്തിനുള്ളിലില്ലല്ലോ. ഞാൻ എന്റെ മക്കളെ എങ്ങനെ കഴിയണമെന്നുള്ള അറിയണ്ട. ആകെ ഒരു 100 200 കൊണ്ടം തരും. 500 കിട്ടിയാ അതിന് 300 കുടിക്കും. ഇവിടെ കുടിക്കാണ്ട് നേരത്തെ വിശപ്പാണ് പോലും. എങ്ങനെ വിശക്കാണ്ടിരിക്ക? ആർക്കറിയാം ഇനി വേറെ എവിടെയെങ്കിലും സമ്മതം കുടിക്കണോന്ന്. പിന്നെ ഒക്കെ തിന്നു തീർക്ക്. തീറ്റക്ക് ഒരു കുറവും വരുത്തണ്ട. കൊറോണമാര് ചെയ്തൊരു സുഹൃതം അല്ലാണ്ട് എന്താ മോശം കൊല്ലാത്തത് എന്റെ